ഭരണസിരാ കേന്ദ്രം തിരുവനന്തപുരമാണെങ്കിലും അതിൻ്റെ ഭരണചക്രം നിയന്ത്രിക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂർ രാഷ്ട്രീയമാണ് എന്ന് പൊതുവേ ഒരു പറയാറുണ്ട്. അത് ശരിവെക്കുന്ന വാർത്തകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത്. ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥലമാണ് CPM-ന് LDF-ന് കണ്ണൂർ എന്ന് പറയുന്നത്. അവിടെ 14 സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ ജയിച്ചിരിക്കുന്നത്. ഒരു പാർട്ടിക്കും ഇങ്ങനെയൊരു സംഭവം മറ്റൊരു ജില്ലയിലും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുത കൂടിയാണ്. അപ്പോൾ ഈ അസംബ്ലി ഇലക്ഷൻ നേരിടാനായിട്ട് ഇരിക്കുന്ന 10 വർഷത്തോളം അധികാരമില്ലാത്ത കോൺഗ്രസ്സിന് സംഘടനാ ഫലത്തെക്കുറിച്ചാണ് ഈ വിഷയങ്ങളൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അത് എത്രമാത്രം ഫലമുണ്ട്, CPM-ൻ്റെ മുമ്പിൽ എതിരിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ സംഘടനാ ശക്തിക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ? താങ്കൾ പറഞ്ഞതിൽ കുറേ വാസ്തവങ്ങളുണ്ട്. CPM-ൻ്റെ സംഘടനാ ശക്തി എന്ന് പറയുന്നത് ഒരു നീരാളി പോലെയാണ്. ഒരു മേഖല മാത്രമല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ് തൊട്ട് താഴെ ബൂത്ത് ഏജൻറ്റ് വരെ നീളുന്ന സംഘടനാ ശക്തിയാണ്. ആ സംഘടനാ ശക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായി മസിൽ പവർ ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ നേടാൻ അവർക്ക് സാധിക്കും. ഒരു റിട്ടേണിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഒരു BLO CPM-കാർ പറയുന്ന കേൾക്കുന്നില്ലെങ്കിൽ ചെയ്യടാ എന്ന് പറഞ്ഞ് ചെയ്യിക്കാൻ അവർക്ക് കഴിയും. പിന്നെ ഞങ്ങളൊക്കെ പോയി ഇരുന്ന് അനുഭവിച്ചിട്ടുള്ളവരാണ്. ഒരു ബൂത്തിൽ ചെന്ന് ബൂത്ത് ഏജൻ്റായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇരുന്നാൽ മര്യാദയ്ക്ക് അവർ വന്ന് പറയും, നിങ്ങളുടെ റോള് ഇവിടെ വന്നതിൻ്റെ അകത്ത് ഒപ്പിട്ട് തരുന്നത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിലെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവരും പറയും, തല്ലുകൊണ്ടാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അത് നിങ്ങളുടെ തടി നോക്കിക്കോണം എന്ന് ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരോട് മറ്റു പാർട്ടിക്കാരും പറയും. അത് ചില ഏരിയകളിൽ മാത്രം, സുധാകരന് സ്വാധീനമുള്ള ചില ഏരിയകളിൽ മാത്രമേ കോൺഗ്രസിന് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇത്രയെല്ലാം ചെയ്യുമ്പോഴും ഒരു കാര്യം മറക്കരുത്, സൗകര്യം കിട്ടിയാൽ ആദ്യത്തെ അവസരത്തിൽ ജനങ്ങൾ CPM-നെതിരായി വോട്ട് ചെയ്യും, തോൽപ്പിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് 2021 അത്രയും വിജയം ഉണ്ടായ ശേഷം പിന്നീട് നടന്ന 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. ഈ സംഘടനാ ബലത്തെ പേടിച്ച് വോട്ട് ചെയ്തവർക്കൊരു ഇത് ശ്രദ്ധിക്കപ്പെടാതെ പാർലമെൻറ്റ് ഇലക്ഷന് CPM അത്രയും ശ്രദ്ധ ചെലുത്തിയില്ല. കാരണം എന്താ, ഒന്നും ചെയ്യാനില്ല. 1-2 MP-മാരെ ജയിപ്പിച്ച് വിടാൻ ബട്ടാസിനെ പോലെ ആരെങ്കിലും അവിടെ പോയി ഇരുത്താമെന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് CPM ശ്രദ്ധിക്കാത്തതുകൊണ്ട്, അത്ര വിജിലൻ്റ് അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ ഇത്രയും നേട്ടം കോൺഗ്രസിനുണ്ടാകുന്നത്. പിന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് അത് ഇലക്ഷനിൽ കാര്യമായിട്ട് ഇടപെടും. സെൻട്രൽ ഫോഴ്സസ് കൂടുതലായിട്ട് വരും പാർലമെൻറ്റ് ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും. മറിച്ച് ഇത് കേരള പോലീസിൻ്റെ മാത്രം നിയന്ത്രണത്തിലുള്ള അസംബ്ലി ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും യാതൊരു കുഴപ്പമില്ല, ഇവരുടെ പറയുന്ന പോലെ തന്നെ പോലീസും കേൾക്കും, ആരെടുത്ത പരാതി പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളൽ തുടങ്ങി. നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ പേടിപ്പിക്കൽ, അത് CPM-നെതിരായിട്ട് കൊടുക്കാൻ പോയാൽ നീ തല്ലുകൊള്ളൂ എന്ന് തന്നെ പറയും. അട്ടപ്പാടിലൊക്കെ കണ്ടില്ലേ, സ്ഥാനാർത്ഥിയാകാൻ പാടില്ല അങ്ങനെയാണ് പറയുന്നത്. ഒത്തിരി ഇതിനകത്ത് എത്ര വേണം ക്ലിപ്പിങ്സ് ഉണ്ട് ഓരോ സ്ഥലത്തു നിന്നുള്ളത്. അങ്ങനെ നേടുന്ന അധാർമികമായ രീതിയിലാണ് ഈ 14 പേരെ പിൻവലിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും താങ്കൾക്ക് ചോദിക്കാം, എന്നാൽ പിന്നെ മുഴുവൻ പേരെ അങ്ങനെ എല്ലാ പഞ്ചായത്തിലും ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിക്കും. അപ്പം ഇവർക്ക് അതുപോലെ ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതുന്ന കംപ്ലീറ്റ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഇവരുടെ സംഘടനപ്പെട്ടവരായിരിക്കും, NGO-മാരായിരിക്കും. പിന്നെ ബൂത്തിലേക്ക് ആളെ കയറ്റി വിടുന്ന, ആളെ ഇറക്കുന്നു, ഫസ്റ്റ് പോളിംഗ് ഓഫീസറും സെക്കൻഡ് പോളിംഗ് ഓഫീസറൊക്കെ ഇവരുടെ തന്നെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. പരാതിപ്പെടാനൊരു സ്ഥലവുമില്ല. ഇത് ഗോവിന്ദ മാസ്റ്ററുടെ പ്രസ്റ്റേജ് പ്രശ്നം കൂടിയാണ്. തളിപ്പറമ്പ് കാഞ്ഞങ്ങാടൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഈ ആന്തൂറിൽ നടക്കുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആന്തൂറാണ്. എന്തേ ആന്തൂർ കൂടുതൽ നടക്കുന്നത്? കണ്ണൂർ ടൗണിൽ നടക്കാത്ത എന്തി? കണ്ണൂർ മുനിസിപ്പൽ ഏരിയയിൽ കുറച്ച് നടക്കുന്നുള്ളൂ. കാരണം എന്താ? അല്ല, അവിടെ കിട്ടുന്നില്ല. കോൺഗ്രസ് കുറേ കൂടെ വിജിലൻ്റാണ്. അവിടെ ശക്തിയുണ്ട് കോൺഗ്രസിന് വിജിലൻ്റ് ആകാൻ. മറ്റേടത്ത് വിജിലൻ്റ് ആകണമെന്ന് വിചാരിച്ചാൽ പോലും അടിച്ചു പിടിക്കും. മലപട്ടണത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ ജയിക്കുക, ഇത്തരം വിജയം തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷേ ഈ സംഘടനാ ബലം ഒരു മിത്താണ്. മിത്തെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും തകർന്ന് വീഴാം. ബംഗാളിൽ ഇതിനേക്കാൾ സംഘടനാ ബലം ഉണ്ടായിരുന്നു, ഇല്ലേ? ത്രിപുരയിലുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്നറിയാമല്ലോ. ഇതിന് പ്രതികാരം ചെയ്യാൻ മനുഷ്യന് കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ വീർപ്പ് മുട്ടിയാണ് നിൽക്കുന്നത്, വീർപ്പ് മുട്ടിയാണ് പോയി വോട്ട് ചെയ്യുന്നത്. പ്രതികാരം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ അവസരത്തിൽ ജനങ്ങൾ ചെയ്തിരിക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ ജനങ്ങൾ ചെയ്യുമോ ഇല്ലെന്നുള്ളതിനെ പാർലമെൻറ്റ് ഇലക്ഷൻ വളരെ പ്രാവശ്യം കാണിച്ചു തന്നു. അസംബ്ലി ഇലക്ഷനിൽ പോലും വളരെ തുച്ഛമായ വോട്ടിന് തോക്കുന്ന എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്? 5000 താഴെ തോക്കുന്നുണ്ട്. മാത്രമല്ല BJP കയറി വരുന്നുണ്ട് ഇടയ്ക്കൂടെ. ഇവരുടെ ഏറ്റവും വലിയ ശത്രു BJP ആണല്ലോ. BJP എങ്ങനെ കയറി വരുന്നത്? BJPക്ക് എങ്ങനെ ഇത്ര വോട്ട് കിട്ടുന്നത്? 10 കൂടുതൽ വോട്ട് BJP കിട്ടുന്നുണ്ട്. കാരണം ഈ ആർഷോയ്ക്ക് കിട്ടൊരടി BJPയുടെ സെക്രട്ടറി കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ജില്ലാ പ്രസിഡന്റ് കൊടുത്ത് തന്നെ മാധവ്, ഇങ്ങനെ പേര് മറന്നുപോയി, ആർഷോയുടെ മൂക്കിടിച്ച് പരത്തി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരും പ്രതിഷേധിക്കാനില്ലായിരുന്നു. എന്തുകൊണ്ടത്?
മറിച്ചായിരുന്നെങ്കിലും നേരത്തെ ആയിരുന്നെങ്കിലും ആശ്രയ തൊട്ടോ കത്തിയനെ ഇല്ലേ? അതെ. കണ്ണൂരും പാലക്കാടും ഒക്കെ കത്തിയനെ. അവിടെ എന്ത് അനങ്ങായിരുന്നു? പ്രശാന്ത് മാധവൻ എന്നങ്ങനെ അങ്ങനെയുടെ പേരല്ലേ? എന്ത് ചെയ്യാത്ത? അവർ നോക്കിയിരിക്കുകയാണ്. അവർക്കറിയാം കുഴപ്പമുണ്ടാക്കരുത്, ഇപ്പോൾ കുഴപ്പമുണ്ടാക്കരുത്. അവരെ സൗകര്യം കിട്ടിയാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവരെപ്പോഴെങ്കിലും ചിലപ്പോൾ റിട്ടാലിറ്റി ചെയ്യും. അങ്ങനെ പക സൂക്ഷിക്കാനും മൃഗങ്ങളെപ്പോലെ പെരുമാറാൻ ഇവരെ കൊണ്ടേ പറ്റുള്ളൂ, മറ്റുള്ളവരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഈ പകയുടെ ചന്ദ്രശേഖരനെ കൊന്നതിന് ആരെയും പേടിക്കാനില്ല എന്നുള്ള ധൈര്യത്തിലാണ് കൊന്നത്. ഫലം കണ്ടല്ലോ. അത്രയും പേടിപ്പിച്ച് നിർത്തിയിരുന്ന വടകരയൊക്കെ തിരിച്ച് ലക്ഷക്കണക്കിന് വോട്ടിന് തോക്കാവുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? ആ സാഹചര്യം കണ്ണൂരിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ പോവുകയാണ്. അത് ഓർത്തിരിക്കുക. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വോട്ടിൻ്റെ സ്ട്രക്ചർ, വോട്ട് ബാങ്ക് എന്ന് ഞാൻ പറയുന്ന വോട്ടിൻ്റെ സ്ട്രക്ചർ കാലാകാലങ്ങളിൽ ചില കമ്മ്യൂണിറ്റികൾ ഓരോ ഇഷ്യൂ ബേസ് ചെയ്ത് മാറി മാറി നിലപാടെടുക്കും. സ്ഥിരമായിട്ടല്ലാതെ, സ്ഥിരമായിട്ടാണെങ്കിൽ നമുക്ക് വോട്ട് ബാങ്ക് എന്ന് പറയാം. ഇത് മാറി മാറി നിലപാടെടുക്കും. ആ നിലപാടെടുക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇന്നലെ വരെ കിട്ടിയ മുസ്ലിം വോട്ടുകൾ ചിലപ്പോൾ ഒറ്റ വോട്ട് പോലും കിട്ടാത്ത അവസ്ഥ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനി വോട്ട് എക്സ്ട്രാ കിട്ടാനുമില്ല. ഹിന്ദു വോട്ടുകളുള്ളതിൽ ചിലപ്പോൾ BJP നല്ല കടന്നുകയറ്റം നടത്തും. ഇവരുടെ സ്വപ്നവും പ്രതീക്ഷയും തകരാൻ പോകുന്ന അവിടെയാണ്. ഇവർ തോക്കാൻ തുടങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇവരുടെ മുട്ടൊന്ന് വിറച്ചാൽ അടി കൊടുക്കാൻ ഒത്തിരി ആളുണ്ട്. ചവിട്ടി കിടന്നു പോകും, വീണ് കിടന്നാൽ. അതാണ് ത്രിപുരയിലും ബംഗാളിലും നമ്മൾ കണ്ടത്. ആ കാഴ്ച ഇവിടെയും കാണാൻ അധിക നേരം കാത്തിരിക്കേണ്ട എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ.